CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം. ജയരാജന് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണെന്നും വിമർശനമുയർന്നു. BJP ബന്ധ വിവാദം അടക്കം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഷഫീദ് റാവുത്ത് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഏതാണ്ട് ഇതിന് സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത്തരം ആളുകളുമായുള്ള ചിലരൊക്കെയായിട്ടുള്ള സൗഹൃദം, അതിരുവിട്ട ബന്ധമൊക്കെ നേരത്തെയും പ്രശ്നങ്ങൾ ഉള്ളതാണ്. അപ്പോഴത് നിയന്ത്രിക്കേണ്ടതാണ്, അതിൽ ജാഗ്രതക്കുറവ് ഉണ്ടാകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലും കുറെ കൂടി കടുത്ത പരാമർശങ്ങളാണോ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്? വിജയകുമാർ, രൂക്ഷമായ വിമർശനമാണ് LDF കൺവീനർ EP ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. അത് തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു പറയുന്നു. അതിനും അപ്പുറത്തേക്ക് ദല്ലാൽ നന്ദകുമാർ പോലെയുള്ള വിവാദ വ്യക്തിത്വങ്ങളുമായുള്ള ബന്ധം, ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് തലവേദനയാകുന്നു, അതൊരു കുറ്റപ്പെടുത്തലായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ EP ജയരാജനെതിരെ വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് പാർട്ടി വളയത്തിന് പുറത്താണ് ഇടതുമുന്നണി കൺവീനർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അത് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് പുലർത്തുന്നു. പാർട്ടി രീതിക്കും പദവിക്കും അത് നിരക്കാത്തതാണെന്ന വിമർശനം ഇന്ന് ചില അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തി. നിരാമയ, അതായത് വിവാദമായിട്ടുള്ള നിരാമയ റിസോർട്ട് ഇടപാടിലും പരാമർശമുണ്ടായി. നൽകിയ പരാതിക്ക് പോലും മറുപടി കിട്ടിയില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആക്ഷേപമുണ്ടായി. BJP ബന്ധ വിവാദമടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുപോലും ചില അംഗങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ LDF കൺവീനർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനം CPM സംസ്ഥാന കമ്മിറ്റിയിൽ വരുമ്പോൾ അത് സ്വാഭാവികമായും EP ജയരാജനെ സംബന്ധിച്ച് പ്രതിരോധിക്കുക ഒരു ചെറിയ കാര്യമാകില്ല. അതേസമയം ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്കും വിമർശനമുണ്ടായി. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം മെച്ചമല്ല എന്ന അഭിപ്രായം ഇന്ന് വീണ്ടും ആവർത്തിച്ചു. ഇന്നലെ ധനകാര്യ വകുപ്പിനെതിരെ അടക്കം വളരെ ഗുരുതര ആരോപണം ഉണ്ടായി. ഇന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം രാവിലെ നമ്മൾ വാർത്തയെ നൽകിയതാണ്. ഇപ്പോൾ മന്ത്രിമാരുടെ പൂർണ്ണമായും വകുപ്പുകളുടെ പ്രവർത്തനം മെച്ചമല്ല. പേഴ്സണൽ സ്റ്റാഫുകൾ ജനങ്ങളുമായി ബന്ധം വെക്കുന്നില്ല. വകുപ്പുകൾ ഭരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളാണ് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു. വിജയകുമാർ. EP ജയരാജനെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ജയരാജന് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണ്. BJP ബന്ധ വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായി. അങ്ങനെ നീളുകയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ EP ജയരാജനെതിരായ വിമർശനങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ വിമർശനം ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.